എല്ലാവർക്കും നമസ്കാരം. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്കായി ഒരുക്കുന്ന ലോങ് ടേം 2027 2 ഇയർ പ്രോഗ്രാമുകളിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓണാക്കി അതിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസ്. ഇവിടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്, സ്ക്രീൻ ടെക്സ്റ്റ് ഉണ്ട്, ലോങ് ടേം +1 ആൻഡ് +2. ഈ ഒരു പ്രോഗ്രാമിൻ്റെ +2 കോഴ്സിലേക്കാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ലോങ് ടേം കോഴ്സുകൾക്കായുള്ള ഒരു പേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ലോങ് ടേം 1 ഇയർ പ്രോഗ്രാം ഉണ്ട്, ലോങ് ടേം 2 ഇയർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 2 ഇയർ പ്രോഗ്രാമിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ലോങ് ടേം 2027 2 ഇയർ പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പേജ് എന്ന് പറയുന്നത്. ഈ ഒരു വശത്തേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് രജിസ്റ്റർ, കോഴ്സ് ബ്രോഷർ, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ സ്ട്രേറ്റ് ടു ദ പോയിന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യ ഓപ്ഷനായ രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം സ്റ്റുഡൻറ്റ് ID ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബ്രില്യൻ പാലയുടെ മറ്റേതെങ്കിലും ഒരു കോഴ്സിൽ മുൻപ് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് ID കാണും. ആ സ്റ്റുഡൻറ്റ് ID നിങ്ങളുടെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് നഷ്ടമായി എന്നിരിക്കട്ടെ, ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ID അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ വരുന്നതെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യമായിട്ട് ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സൈനപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നും കൂടി അടിക്കുക. എന്നിട്ട് ഈ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക. അവിടെ പ്രോസസ്സിംഗ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കിപ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അത് അവിടെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നു, സൈനപ്പ് സക്സസ് ആയി എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഇയർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ചേരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ലോങ് ടേം 2 ഇയർ പ്രോഗ്രാം. അപ്പോൾ ഈ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങൾ, അതായത് ഈ പറഞ്ഞ ലോങ് ടേം 2 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഫോർ അഡ്മിഷൻ ക്ലാസ് 11 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ഓപ്ഷൻ കൊടുക്കുക. അവിടെ അവൈലബിൾ കോഴ്സസ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ കോഴ്സുകളെ പറ്റിയുള്ളൊരു ലിസ്റ്റാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. അവിടെ IIT AIMS 2027 സ്ക്രീനിങ് ടെസ്റ്റ്, ലോങ് ടേം പ്രോഗ്രാം, ട്യൂഷൻ ക്ലാസ്സസ്, അതുപോലെ ബ്രിഡ്ജ് കോഴ്സ്, ലോങ് ടേം 2027 2 ഇയർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. നമുക്കപ്പോൾ അവിടെ അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമുക്കായി ഓഫർ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ലോങ് ടേം ക്ലാസ്സസ് ആണ്. നമുക്കറിയാം അവിടെ ലോങ് ടേം 2027 ഓൺലൈൻ ബാച്ചുകളുണ്ട്, ലോങ് ടേം 2027 സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം 2027 ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. വളരെ ചുരുക്കത്തിൽ ഇതെല്ലാം എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ലോങ് ടൈം 2027 ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത്. ഓൺലൈൻ ബാച്ചിൽ ഫുള്ളി ഇംഗ്ലീഷ് ബാച്ചുകളുമുണ്ട്, അതോടൊപ്പം തന്നെ മലയാളവും ഇംഗ്ലീഷും കമ്പൈൻ ചെയ്തെടുക്കുന്ന ക്ലാസ്സുകളുമുണ്ട്. നിങ്ങൾക്കതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് ലോങ് ടൈം 2027 ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചുകളാണ്. ഈ ബാച്ചസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. കേരളത്തിൽ വിവിധ സെൻറ്ററുകളിലായിട്ട് ആ ഒരു ബാച്ചസ് നമുക്കുണ്ട്. മൂന്നാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോങ് ടൈം 2027 സ്പെഷ്യൽ ഓഫ്ലൈൻ ബാച്ചസ്. ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും, എക്സ്ക്ലൂസീവായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ കോഴ്സ് ലഭിക്കുക. ഇതിലേതാണ് നിങ്ങൾക്ക് സൗകര്യാർത്ഥം എന്നനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും പ്രൊസീജിയേഴ്സ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ലൈ ഓപ്ഷൻ ഞെക്കുക. യെസ്, നമുക്ക് കാണാം ലോങ് ടൈം 2027 ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചസ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൂണിലാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഇവിടെ നിങ്ങളുടെ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ
ഇത്രയധികം സെൻറ്ററുകൾ നമുക്ക് ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചസിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഏത് വേണം? കൊല്ലമാണ് എക്സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തത് സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ എഞ്ചിനീയറിംഗ് ബാച്ചിലേക്കുള്ളതുണ്ട്, അതുപോലെ നീറ്റ് ബാച്ചിലേക്കുള്ളതുണ്ട്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ നീറ്റ് ബാച്ചാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ CBSE, SSLC, ICSE അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെയുണ്ട്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ CBSE ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CBSE എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ ഇയർ ഓഫ് പാസിംഗ്, നമ്മുടെ റിസൾട്ട് സ്റ്റാറ്റസ്, നമ്മുടെ 10ാം ക്ലാസ്സിൽ സയൻസ് മാത്സ് വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ റിസൾട്ട് സ്റ്റാറ്റസിൻ്റെ ഇവിടെ ഞാനിപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങളിപ്പോഴും റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇവിടെ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ നടപടികൾ തുടരാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ആ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രസിംഗ് എന്ന് കാണിക്കാം. റിക്വസ്റ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി നമുക്ക് കാണാവുന്നതാണ്. ഇതാ ലോങ് ടൈം 2027 ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചസ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം താഴേക്ക് പോവുകയാണെങ്കിൽ കൺഫേം റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കിടക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്ഡേറ്റ് ദ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നുള്ളത്. സോ യെസ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അവിടെ എന്തെല്ലാമാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണുള്ളത്. നമ്മുടെ പേര്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കാറ്റഗറി, ഫാദേഴ്സ് ഫോൺ നമ്പർ, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ ആൻഡ് മദേഴ്സ് ഫോൺ നമ്പർ. കൂടാതെ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക, വളരെ കാഷ്വൽ ആയിട്ടുള്ള പിക്കുകൾ ഒഴിവാക്കി ഫോമലായിട്ടുള്ള ഒരു പാസ്പോർട്ട് ടൈപ്പ് പിക്ക് തന്നെ വേണം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. അവിടെ വരുന്നത് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര്, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച രാജ്യം. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്തേക്കാം. ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അവിടെ എന്തെല്ലാമാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഹൗസ് നെയിം, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, പിൻകോഡ്, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, കൺട്രി, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസോടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ യെസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തെല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ആ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത്. ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഫീ പേയ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ ഫീ പേയ്മെൻറ്റ് ഒരു ഡിവിഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക. ശേഷം താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസും നമുക്കിവിടെ ഉണ്ട്. അതിപ്പോൾ UPI ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെ ഒരു ചെല്ലാൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ചെല്ലാൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ബാങ്കിൽ തന്നെ ചെന്ന് ഡയറക്റ്റായി ഓഫ്ലൈനായി പേയ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷന് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തിയതോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ ലോങ് ടേം 2027 2 ഇയർ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്സ് എല്ലാം തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.